നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈയടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വലിയ പ്രചരണമുണ്ട്. BJPക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ MLA-മാരെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ രാജ്യത്ത് മുഴുവൻ 4000-ലേറെ MLA-മാരുണ്ടെങ്കിൽ അതിൽ 1700-ലധികം MLA-മാർ BJP നേതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. ജ്ഞാനേഷ് കുമാറിനെ പോലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ഇരിക്കുമ്പോൾ BJPക്ക് 1700 കിട്ടിയുള്ളൂ, ബാക്കി എവിടെ പോയി എന്ന ചോദ്യം പരിഹാസരൂപേണ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതെ, ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് അവർ അധികാരത്തിൽ വരാത്തത്. മറ്റെല്ലായിടത്തും അവർ അധികാരത്തിലേക്ക് വന്നത് വലിയ തോതിലുള്ള വെട്ടിപ്പിലൂടെയാണ്. ഹരിയാന ആയിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ഒടുവിൽ ബീഹാറിലും എല്ലായിടത്തും BJP എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്, തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ബീഹാറിലും മഹാരാഷ്ട്രയിലും നടന്ന വലിയ തോതിലുള്ള വോട്ട് ചോരി തന്നെയാണ്. അതിന് തെളിവടക്കമാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ബീഹാറിൽ പല മണ്ഡലങ്ങളിലും RJD സ്ഥാനാർത്ഥികൾ, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് 100-200 വോട്ടിനാണെങ്കിൽ അവിടെ അസാധുവാക്കപ്പെട്ട തപാൽ വോട്ടുകൾ അതിൻ്റെ ഇരട്ടിയോളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവിടെ പല രീതിയിലും കള്ളവോട്ടുകളും അതുപോലെ തന്നെ SIR നടപടിയിലൂടെയും വോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ തിരുത്തൽ നടത്തിയിട്ടും ചില മണ്ഡലങ്ങളിൽ അവർക്ക് ഉദ്ദേശിച്ചത്ര പോളിംഗ് വരുന്നില്ല, ഉദ്ദേശിച്ചത്ര % ഓഫ് വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ല എങ്കിൽ അവിടെ തപാൽ വോട്ടുകളോ ഏതെങ്കിലും രീതി അവിടെ BJPയെ ജയിപ്പിക്കാൻ വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ച് വെക്കുന്ന വൃത്തികെട്ട സമീപനം. എന്തൊരു നാണം കെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണിത്. ഈ രാജ്യം മുഴുവൻ ഒന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയാൽ BJP സൈനികരെ ഇറക്കി അവരെ അടക്കി നിർത്തിക്കളയും എന്ന ഭീഷണിയും കൂടി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബീഹാറിൽ സാധാരണക്കാരായ വോട്ടർമാർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു. അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ആസാമിലെ ഒരു BJP മന്ത്രി ബീഹാറിൽ ഞങ്ങൾ ഇതാ കോളിഫ്ലവർ കൃഷി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ ചരിത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1989 നടന്ന ബീഹാറിലെ കലാപ സാഹചര്യത്തിൽ അവിടെ മുസ്ലിങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരെ കുഴിച്ചിട്ട മണ്ണിൽ കോളിഫ്ലവർ കൃഷി ഇറക്കിയതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചരിത്ര കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായി വിശദീകരിക്കപ്പെടുകയാണ്. RJD നേതൃത്വം കൃത്യമായി അവർ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വലിയ തോതിലുള്ള വോട്ട് ചോരിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നാൽ, തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചാൽ BJPയുടെ പ്ലാൻ പരിപൂർണമായി വിജയിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ചോദിക്കുന്നതാണ്. ധ്രുവ് റാട്ടെ അടക്കമുള്ളവർ ചോദിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ചെറ്റത്തരമാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നൂടെ? തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ BJP കുറേ ഡമ്മികളെ എതിർ സ്ഥാനാർത്ഥിയായി ഇറക്കും. ആ എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു 1000-ഓ 2000-ഓ വോട്ട് കൊടുക്കും. ഒരു മണ്ഡലത്തിൽ 2 ലക്ഷം വോട്ടാണ് പോൾ ചെയ്യുന്നതെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് 5000 വോട്ട് കൊടുക്കും. BJP സ്ഥാനാർത്ഥിക്ക് 1,95,000 വോട്ട് പോൾ ചെയ്തതായി കാണിക്കും. അപ്പോൾ ഭൂരിപക്ഷം എത്രയാണ്? അവിടെ 1,90,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരു ഉളുപ്പുമില്ലാതെ ചെയ്തു കളയും. ഇതാണല്ലോ ഗുജറാത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ?